10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 4ാമത്തെ ചാപ്റ്ററാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഈ ചാപ്റ്ററിനെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് തിരിക്കാം, ഗ്യാസ് ലോസും മോൾ കോൺസെപ്റ്റും. അതിൽ മോൾ കോൺസെപ്റ്റിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലൊന്ന് അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, മോൾ, മോളിക്യൂൾ ആൻഡ് വോളിയം. ഈ 5 ടോപ്പിക് എന്താണെന്ന് മനസ്സിലായാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തെ ടോപ്പിക്കാണ് അറ്റോമിക് മാസ്. നമ്മൾ കുറെ എലമെന്റുകളുടെ അറ്റോമിക് മാസ് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്കൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജന്റെ 1 അറ്റോമിക് മാസ്, കാർബണിന്റെ 12, ഓക്സിജന്റെ 16, നൈട്രജന്റെ 14, സൾഫറിന്റെ 32. ഈ അറ്റോമിക് മാസ് വെച്ചാണ് നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന എലമെന്റുകളുടെ അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ടോപ്പിക്കാണ് എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ H2 എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളാണ് ഇവരുള്ളത്, ഓക്സിജന്റെ 1. ഹൈഡ്രജന്റെ 2 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഒന്നിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഒരു ഹൈഡ്രജന്റെ. അതുപോലെ 2 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? 2 into 1 എന്ന് എഴുതും. പ്ലസ് ഓക്സിജൻ ഒരെണ്ണമേ ഉള്ളൂ, അപ്പൊ ഓക്സിജന്റെ 1 ആണ്, അപ്പൊ 1 into 16 എന്ന് എഴുതും. അങ്ങനെ ടോട്ടൽ 2 plus 16 is equal to 18 gram ആയിരിക്കും H2യുടെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. NH3 അല്ലെങ്കിൽ അമോണിയയുടെ മോളിക്കുലാർ മാസ് കണ്ടെത്താൻ പറഞ്ഞാൽ ഈ NH3യിൽ നൈട്രജന്റെ 1 ആറ്റവും ഹൈഡ്രജന്റെ 3 ആറ്റവുമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്. 1 into നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. 1 into 14 പ്ലസ് ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്, ഒരു ഹൈഡ്രജന്റെ 1 ആണ്, അപ്പം 1 into 3 എന്ന് എഴുതാം. ടോട്ടൽ 14 plus 3 is equal to 17 gram ആയിരിക്കും NH3യുടെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടെത്താൻ പറഞ്ഞാൽ കാർബൺ ഒരാറ്റമുണ്ട്, ഓക്സിജൻ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? കാർബൺ 1 ഉള്ളൂ, 1 into 12 പ്ലസ് ഓക്സിജൻ 2 ഉണ്ട്, 2 into 16 എന്ന് വരും. 1 into 12 പ്ലസ് 2 into 16 32. അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത് 44 gram ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ രണ്ടാമത് പ്രധാനമായിട്ടും കണക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് മൂന്നാമത്തെ ടോപ്പിക്കാണ് മോൾ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 2H2O എന്ന് പറഞ്ഞാൽ H2Oയുടെ 2 മോൾ എന്നാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ 3NH3 എന്ന് പറഞ്ഞാൽ NH3യുടെ 3 മോൾ എന്നാണ് അർത്ഥം. 2CO2 എന്ന് പറഞ്ഞാൽ CO2ന്റെ 2 മോൾ എന്നാണ് അർത്ഥം. അതായത് ഒരു കോമ്പൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിനെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോളിക്യൂൾസിന്റെ എണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മോളില് 6.022 into 10 raised to 23 മോളിക്യൂൾസ് ഉണ്ട്. ഒരു കോമ്പൗണ്ടിന്റെ ഒരു മോളില് 6.022 into 10 raised to 23 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ 2 മോളിൽ എത്ര ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചാൽ 2 into 6.022 into 10 raised to 23 എന്നായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 10 മോളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? 10 into 6.022 into 10 raised to 23 എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഗ്യാസസിന്റെ കേസിൽ മാത്രം എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വോളിയം. ഇത് ഗ്യാസസ്, ഹൈഡ്രജൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ടതിൽ മാത്രമേ നമ്മളോട് വോളിയം ചോദിക്കാറുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു മോളിൽ 22.4 ലിറ്റർ വോളിയം ഉണ്ടെന്നാണ് അർത്ഥം.
ഏതൊരു കോമ്പൗണ്ടിന്റെയും ഒരു മോളിൽ 22.4 ലിറ്റർ വോളിയം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ 2 മോളിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 × 22.4 നമുക്ക് ഇൻറ്റു ചെയ്ത് എഴുതണം. അതുപോലെ 10 മോൾ എത്ര ലിറ്റർ ആണോ 10 മോളിൽ എത്ര വ്യാപ്തമുണ്ടെന്നോ ചോദിച്ചാൽ 1 മോളിൽ 22.4 ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ 10 മോളിൽ അപ്പൊ 10 × 22.4 ആയിരിക്കും ആൻസർ. അതായത് 224 ലിറ്റർ എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. വോളിയത്തിന്റെ കേസിൽ ഓർക്കണം, വോളിയം എപ്പോഴും ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ചോദിക്കത്തുള്ളൂ. മാത്രവുമല്ല STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ സ്ഥിതി ചെയ്യുന്ന ഏത് ഗ്യാസിന്റെയും 1 മോളിൽ 22.4 ലിറ്റർ ആയിരിക്കും ഉള്ളത്. ഗ്യാസ് ഏതായാലും ഹൈഡ്രജനോ ഓക്സിജനോ അമോണിയയോ സൾഫർ ഡൈ ഓക്സൈഡോ കാർബൺ ഡൈ ഓക്സൈഡോ ഏത് ഗ്യാസിന്റെയും 1 മോൾ എന്ന് പറയുന്നത് 22.4 ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ഏകദേശ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു സിമ്പിൾ കണക്ക് നോക്കാം. 34 ഗ്രാം NH3 തന്നിട്ടുണ്ട്. ഈ ക്ലൂവിൽ നിന്ന് താഴെ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. 34 ഗ്രാം NH3 എന്നാ പറഞ്ഞേക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ NH3യുടെ മോളിക്കുലാർ മാസ് എന്താണ്? 34 ഗ്രാം NH3യിൽ എത്ര മോൾ ഉണ്ട്? 34 ഗ്രാം NH3യിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 34 ഗ്രാം NH3 എന്ന് പറയുന്നത് എത്ര വോളിയമാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ NH3യുടെ മോളിക്കുലാർ മാസ് എത്രയാണ്? NH3 എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ ഒരു ആറ്റമേ ഉള്ളൂ. അപ്പൊ നൈട്രജന്റെ 14 ആണ്. ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്. 1 × 3. അപ്പൊ 14 + 3 = 17 ഗ്രാം ആയിരിക്കും മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് NH3യുടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 34 ഗ്രാം NH3യിൽ എത്ര മോൾ ഉണ്ടെന്നാണ്. അതായത് 17 ഗ്രാം ആയിരുന്നു 1 മോൾ എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 34 ഗ്രാം ആണ്. അപ്പോൾ അത് എത്ര മോൾ ആണെന്ന് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് 34 ഗ്രാം ആണ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ് NH3യുടെ യഥാർത്ഥ മോളിക്കുലാർ മാസ്, അത് 17 ഗ്രാം ആണ്. അപ്പോൾ 34 / 17 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. അതായത് 34 ഗ്രാം NH3യിൽ 2 മോൾ ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 34 ഗ്രാം NH3യിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന. നമ്മളിപ്പോ മോളിന്റെ എണ്ണം കിട്ടി. ആ മോളിന്റെ എണ്ണത്തിനെ 6.022 × 10⁻23 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതായിരിക്കും മോളിക്യൂൾസിന്റെ എണ്ണം. 34 ഗ്രാം എന്ന് പറയുന്നത് 2 മോൾ ആണെന്ന് കിട്ടി. അതിനെ അവഗാഡ്രോസ് നമ്പർ അല്ലെങ്കിൽ 6.022 × 10⁻23 എന്നായിരിക്കും മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 34 ഗ്രാം NH3യിൽ എത്ര വോളിയം ഉണ്ടെന്നാണ്. അതായത് 1 മോളിൽ 22.4 ലിറ്റർ ഉണ്ട്. അമോണിയ ഒരു ഗ്യാസ് ആണ്. ഗ്യാസിന്റെ കേസസിൽ മാത്രമേ വോളിയം ചോദിക്കത്തുള്ളൂ. 1 മോളിൽ 22.4 ലിറ്റർ ഉണ്ട്. ഈ 34 ഗ്രാം എന്ന് പറയുന്നത് 2 മോൾ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 മോൾ എന്ന് പറയുന്നത് എത്ര വോളിയമാ, എത്ര ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ 2 × 22.4 എന്നായിരിക്കും ആൻസർ. അതായത് 44.8 ലിറ്റർ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇത് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ അമോണിയ ഗ്യാസ് അറ്റ് STP? നമ്മൾ പഠിച്ചു വെച്ചു, ഏത് ഗ്യാസ് STPയിൽ സ്ഥിതി ചെയ്താലും അതിലെ 1 മോളിന്റെ വോളിയം എന്ന് പറയുന്നത് ഏത് ഗ്യാസിന്റെയും 1 മോളില് 22.4 ലിറ്റർ ആണുള്ളത്. അതുകൊണ്ട് എയുടെ ആൻസർ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. B question, find the volume of 68 gram ammonia gas at STP. അതായത് 68 ഗ്രാം അമോണിയയുടെ വോളിയം എത്രയാണ്? എന്താണോ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കുന്നത് അതിനാദ്യം നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഇവിടെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം എപ്പോഴും നമ്മൾ ലിറ്ററിലാണ് ആൻസർ വരുന്നത്. നമ്മൾ പഠിച്ചു 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. ഇവിടെ ചോദിച്ചേക്കുന്ന 68 ഗ്രാം എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണെന്ന്. അതായത് 1 മോളില് 17 ഗ്രാം ഉണ്ട്. അപ്പൊ 68 ഗ്രാം അമോണിയയിൽ എത്ര മോൾ ഉണ്ട്?
68 ഗ്രാം. ഗിവൺ വോളിയത്തിനെ അല്ല ഗിവൺ മോളിക്കുലാർ മാസിനെ എന്താണ് അതിന്റെ യഥാർത്ഥ മോളിക്കുലാർ മാസുമായിട്ട് ഡിവൈഡ് ചെയ്യണം. 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1 മോളില് 22.4 ആണെങ്കിൽ 4 മോളിൽ എത്ര ആയിരിക്കും? 4 into 22.4 ലിറ്റർ ആയിരിക്കും ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത്. C question, find the number of molecules present in 68 gram ammonia gas. 68 gram ammonia ഗ്യാസിലെ മോളിക്യൂൾസിന്റെ എണ്ണം. 68 gram അമോണിയ എന്ന് പറയുന്നത് 4 മോൾ ആണെന്ന് നമുക്കിപ്പോൾ കിട്ടി. അവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം കാണാൻ ഈ 4നെ അവഗാഡ്രോസ് നമ്പർ കൊണ്ട് അല്ലെങ്കിൽ 6.022 into 10⁻23 ഇൻറ്റു ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സാമ്പിൾ ഓഫ് അമോണിയ ഹാസ് എ വോളിയം 2240 ലിറ്റർ അറ്റ് STP. STPയിൽ സ്ഥിതി ചെയ്യുന്ന അമോണിയയ്ക്ക് എത്ര 2240 ലിറ്റർ വോളിയം ഉണ്ട്. അതിന്റെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഇൻ ദ ഗിവൺ സാമ്പിൾ. തന്നിരിക്കുന്ന സാമ്പിളിലെ അമോണിയയുടെ മോളുകളുടെ എണ്ണം എന്താണോ ചോദിച്ചത് അതിന് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. മോൾസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1 മോളിൽ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. ചോദിച്ചിരിക്കുന്നത് 2240 ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഗിവൺ എന്താണ് വോളിയത്തിനെ 2240 എന്ന് പറയുന്ന വോളിയത്തിനെ എത്രയാണ് 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മോളിന്റെ എണ്ണം കിട്ടും. 100 ആയിരിക്കും മോൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഏഴ് ഉത്തരം 100. B question, find the number of molecules of carbon dioxide equal to that of the sample of ammonia. അതായത് അമോണിയയുടെ സാമ്പിളിന്റെ അതേ അനുപാതത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിലെ മോളിക്യൂൾസിന്റെ എണ്ണം എത്ര? അവിടെ മോളിക്യൂൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അമോണിയ ഗ്യാസിന്റെ സാമ്പിളിനോട് ഈക്വൽ ആണ് കാർബൺ ഡൈ ഓക്സൈഡും. അതായത് അമോണിയ ഗ്യാസ് എന്ന് പറയുന്നത് 10 ലിറ്റർ ഉണ്ടെന്ന് അല്ലെങ്കിൽ 10 മോൾ ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും അത്ര തന്നെ കാണും. ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണമാണ് ചോദിച്ചത് കൊണ്ട് 10 into അവഗാഡ്രോസ് നമ്പർ ആയിരിക്കും ആൻസർ. C question, find the number of moles of carbon dioxide present in 396 gram of carbon dioxide. 396 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലെ മോളുകളുടെ എണ്ണം എത്ര? അതായത് 1 മോളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് CO2. CO2വിൽ കാർബണിന്റെ 12, ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 16 into 2 ടോട്ടൽ നമുക്ക് 12 + 32 = 44 ഗ്രാം എന്ന് കിട്ടും. അതായത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 44 ഗ്രാം ഉണ്ട്. എന്നാൽ 396 ഗ്രാമിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 396നെ നമ്മൾ 44 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 396നെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ മോൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആയിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ 16ന്റെ എ നോക്കിയാൽ എ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കണ്ടെയ്ൻസ് 176 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അത് 176 ഗ്രാം ഉണ്ട്. ഇതിന്റെ എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സാമ്പിൾ അറ്റ് STP. STPയിലെ ഈ 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കുറെ തവണ ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. തന്നിരിക്കുന്നത് 176 ഗ്രാം ആണ്. അപ്പോൾ അത് എത്ര മോൾ ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ 176നെ 44 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം 4 എന്ന് കിട്ടും. അതായത് 4 മോൾ ഉണ്ട്. ഇനിയും ചോദിച്ചിരിക്കുന്നത് അതില് വോളിയം എത്രയാണെന്ന് ചോദിച്ചത്. 4 മോളിൽ എത്ര വോളിയം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മോളിൽ 22.4 ആണ്. അങ്ങനെ 4 മോൾ ആണെങ്കിൽ 4 into 22.4 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ആൻസർ 89.6 ലിറ്റർ ആയിരിക്കും.
B question, how many grams of carbon should be burned to get this amount of carbon dioxide? അതായത് 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ എത്ര ഗ്രാം കാർബൺ ബേൺ ചെയ്യണം? ഇതിന് ആൻസർ അറിയണമെങ്കിൽ അല്ലെങ്കിൽ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എഴുതണം. C+O2 gives CO2. ഇതാണ് ഇക്വേഷൻ. ഇനി ഇവിടെ കാർബൺ 12 ഗ്രാം ആണ്, ഓക്സിജൻ ഇവിടെ 32 ഗ്രാം ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇതാണ് ഇതിന്റെ അടിസ്ഥാന ഇക്വേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ എത്ര ഗ്രാം ഓക്സിജൻ ബേൺ ചെയ്യണം, എത്ര ഗ്രാം കാർബൺ ബേൺ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 12 ഗ്രാം കാർബൺ ബേൺ ചെയ്താൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമെങ്കിൽ 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ വേണ്ടി എത്ര ഗ്രാം കാർബൺ ബേൺ ചെയ്യണം? അതാണ് ബി ക്വസ്റ്റ്യൻ. അതായത് 44നെ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 176 കിട്ടിയത്. അതേപോലെ തന്നെ 12നെ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇതിന് ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 48 ഗ്രാം ആയിരിക്കും. 48 ഗ്രാം കാർബൺ ബേൺ ചെയ്താലായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the gases carbon dioxide and sulfur dioxide are kept at STP. Their volume is 112 ലിറ്റർ. 112 ലിറ്റർ വോളിയം ഉള്ള കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും STPയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? നമുക്കറിയാം STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു ഗ്യാസിന്റെയും 1 മോളിൽ 22.4 ലിറ്റർ കാണും. B, what is the mass of 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയാണ്? അതാണ് ബി ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു മോളിന്റെ മാസ് 44 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു മോളിന്റെ 112 ലിറ്റർ, അപ്പൊ എത്ര മോൾ ആണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിന് 112നെ 22.4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. അപ്പൊ 5 മോൾ ഉണ്ട്. അതായത് ഒരു മോളിൽ 44 ഗ്രാം ഉണ്ട്. അപ്പോൾ 5 മോളിൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ 5നെ 44 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പം 4 20 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് 112 ലിറ്ററിലുണ്ടെന്ന് നമുക്ക് കിട്ടും. C question, how many molecules are present in SO2? അതായത് SO2-ലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും STPയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടിനും 112 ലിറ്റർ വോളിയം ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ 112 ലിറ്ററിൽ 5 മോൾ ആണെങ്കിൽ SO2-ന്റെയും 112 ലിറ്ററിൽ 5 മോള് തന്നെ ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. മോളിക്യൂൾസിന്റെ എണ്ണം കാണാൻ 5 × 6.022 × 10⁻23 എന്നായിരിക്കും ആൻസർ.